2 തവണ വൃക്ക മാറ്റിവെക്കലിന് വിധേയനായ 50കാരൻ റോഡപകടം കൂടി ഉണ്ടായി ഗുരുതരാവസ്ഥയിലായപ്പോൾ സങ്കീർണ ശസ്ത്രക്രിയയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ച് മാർസ്ലീവ മെഡിസിറ്റി. അപകടത്തിൽ തുടയെല്ല് 4 കഷ്ണങ്ങളായി ഒടിഞ്ഞ് പന്തളം സ്വദേശിയായ 50കാരനെയാണ് മാർസ്ലീവ മെഡിസിറ്റിയിലെ നെഫ്രോളജി, ഓർത്തോപീഡിക്സ്, അനസ്തേഷ്യ വിഭാഗങ്ങളുടെ മികവിൽ വീണ്ടും സാധാരണ നിലയിലേക്ക് എത്തിച്ചത്. മറ്റൊരു ആശുപത്രിയിൽ 2 തവണ വൃക്ക മാറ്റിവെക്കലിന് വിധേയമാക്കപ്പെട്ട 50കാരൻ ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്തു വരികയായിരുന്നു. ഇതിനിടെയാണ് സ്കൂട്ടർ മറിഞ്ഞുണ്ടായ അപകടത്തിൽ തുടയെല്ല് തകർന്നത്. രോഗിക്ക് രക്തം സ്വീകരിക്കുന്നതിന് തടസ്സമുള്ളതിനാൽ ഇവർ തുടയെല്ലിന്റെ ശസ്ത്രക്രിയയ്ക്കായി വിവിധ ആശുപത്രികളിൽ എത്തിച്ചെങ്കിലും സാധിച്ചില്ല. തുടർന്നാണ് നെഫ്രോളജി, ഓർത്തോപീഡിക്സ് വിഭാഗങ്ങൾ ഉൾപ്പെടെ മികവിന്റെ കേന്ദ്രമായ മാർസ്ലീവ മെഡിസിറ്റിയെ സമീപിച്ചത്. വൃക്കരോഗത്തിനും തുടയെല്ലിലെ വിവിധ ഒടിവുകൾക്കും പുറമെ ഗുരുതര പൾമിനറി ആർട്ടറി ഹൈപ്പർ ടെൻഷനും ഹീമോഗ്ലോബിന്റെ കുറവും രോഗിക്കുണ്ടായിരുന്നു. ഇതിനാൽ രോഗിയെ ശസ്ത്രക്രിയ നടത്തുക എന്നത് ഏറെ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യമായിരുന്നു. 4.5 എന്ന താഴ്ന്ന നിലയിലായിരുന്നു ഹീമോഗ്ലോബിന്റെ അളവ്. നെഫ്രോളജി വിഭാഗം മേധാവിയും ട്രാൻസ്പ്ലാന്റ് നെഫ്രോളജിസ്റ്റുമായ ഡോക്ടർ മഞ്ജുള രാമചന്ദ്രൻ, കൺസൾട്ടന്റ് ഡോക്ടർ തരുൺ ലോറൻസ്, ഓർത്തോപീഡിക്സ് വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ജോസഫ് ജെ പല്ലാട്ട് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഗുരുതരാവസ്ഥയിലുള്ള രോഗിക്ക് ചികിത്സ ഒരുക്കിയത്. നെഫ്രോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ രോഗിക്ക് ഡയാലിസിസ് നടത്തുകയും ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടുകയും ചെയ്തു. ഡോക്ടർ ജോസഫ് ജെ പല്ലാട്ടിന്റെ നേതൃത്വത്തിൽ തുടയെല്ല് പുറത്തുനിന്നും കമ്പിയിട്ട് ഫിക്സ് ചെയ്യുന്ന ശസ്ത്രക്രിയ ആദ്യം നടത്തി. രക്തം മാറ്റി സ്വീകരിക്കാൻ രോഗിക്ക് സാധിക്കാത്തതിനാൽ ഹീമോഗ്ലോബിന്റെ അളവ് ഉയർത്തിക്കൊണ്ടുവന്ന ശേഷം അകത്ത് കമ്പിയിട്ട് തുടയെല്ല് ഫിക്സ് ചെയ്യുന്ന രണ്ടാമത്തെ സങ്കീർണമായ ശസ്ത്രക്രിയയും 1 മാസത്തിനുള്ളിൽ നടത്തി. അനസ്തേഷ്യോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ലിബി ജെ പാപ്പച്ചൻ, കൺസൾട്ടന്റും ട്രാൻസ്പ്ലാന്റ് അനസ്തേഷ്യസ്റ്റുമായ ഡോക്ടർ ജെയിംസ് സിറിയക്ക്, കൺസൾട്ടന്റ് ഡോക്ടർ ശിവാനി ബക്ഷി എന്നിവരും മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയയുടെ ഭാഗമായി സുഖം പ്രാപിച്ച രോഗി ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. വിവിധ ആശുപത്രികളിൽ ശസ്ത്രക്രിയയ്ക്ക് സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞപ്പോൾ രോഗി ഏറ്റെടുത്ത് മികച്ച ചികിത്സ ഒരുക്കിയതിന് മാർസ്ലീവ മെഡിസിറ്റിയോടുള്ള കടപ്പാടും അറിയിച്ചാണ് കുടുംബാംഗങ്ങൾ മടങ്ങിയത്. ഐഫോറിയ ന്യൂസ്, പാല.